ഇന്ന് നമ്മളിവിടെ ഠാക്കൂർ കാ കുവാം എന്ന പ്രേംചന്ദിന്റെ കഹാനിയാണ് പറയാൻ പോകുന്നത്. പ്രേംചന്ദ് ഹിന്ദി കെ ഉപന്യാസ് സാമ്രാട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് കഥകളും അതുപോലെ തന്നെ ഉപന്യാസങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവലുകളാണ് സേവാസദൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി, ഗബൻ, ഗോദാൻ, വരദാൻ മുതലായവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ നോവലുകളാണ്. ഠാക്കൂർ കാ കുവാം എന്ന കഹാനിയിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ഠാക്കൂർ കാ കുവാം ജാതിപ്രഥ. ഇതിൽ പറയുന്ന വിഷയം ജാതിപ്രഥയാണ്. ഇതിലുള്ള കഥാപാത്രങ്ങളാണ് ഗംഗിയും ജോക്കുവും. നമുക്ക് കഥ തുടങ്ങാം. ജോക്കു മൊന്തയിലെ വെള്ളം കുടിക്കാനായി എടുത്തു. വല്ലാത്ത നാറ്റം. തൊണ്ട വരളുന്നു. പക്ഷേ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. കിണർ കുറച്ച് അകലെയാണ്. ദിവസവും വൈകുന്നേരങ്ങളിലാണ് ഗംഗി അവിടെ നിന്നും വെള്ളം കൊണ്ടുവരാറുള്ളത്. ഇന്നലെ അവൾ വെള്ളം കൊണ്ടുവന്നതാണ്. ഗംഗി ജോക്കുവിന് വെള്ളം കുടിക്കാൻ കൊടുത്തു. വല്ലാതെ ദുർഗന്ധമുള്ളതിനാൽ അദ്ദേഹം ചോദിച്ചു, നീ എനിക്ക് ദുർഗന്ധമുള്ള വെള്ളമാണോ കുടിക്കാൻ തന്നിരിക്കുന്നത്? ഗംഗി വെള്ളമെടുത്ത് മണത്തു നോക്കി. ശരിയാണ്, വല്ലാത്ത നാറ്റം. വല്ല മൃഗവും വീണ് ചത്തു കാണും. ഇനി എവിടെ നിന്നാണ് കുടിവെള്ളം കിട്ടുക? ഗംഗി ചിന്തിക്കാൻ തുടങ്ങി. ഠാക്കൂറിന്റെ കിണറിനടുത്തേക്ക് ആരും അടുപ്പിക്കില്ല. ഗ്രാമത്തിൽ ആകെ 2 കിണറേ ഉള്ളൂ. ഒന്ന് സാഹുവിൻ്റേത്, മറ്റൊന്ന് ഠാക്കൂവിൻ്റേത്. ജോക്കു കുറച്ചു നാളായി രോഗബാധിതനാണ്. ദാഹം സഹിച്ചുകൊണ്ട് കിടക്കുകയാണ്. സഹിക്കാൻ വയ്യ. ദുർഗന്ധമുള്ള വെള്ളം മൂക്കുപൊത്തി കുടിച്ചോളാം. കുറച്ച് വെള്ളം നീ എനിക്ക് എടുത്തുതാ. പക്ഷേ ഗംഗി സമ്മതിക്കുന്നില്ല. എവിടെ നിന്ന് വെള്ളം കിട്ടും? ഠാക്കൂവും സാഹുവും ഇവരെ വെള്ളം എടുക്കാൻ അനുവദിക്കില്ല. അഥവാ അവരറിയാതെ എടുത്തു കഴിഞ്ഞാൽ കയ്യും കാലും അടിച്ചൊടിക്കുക തന്നെ ചെയ്യും. ബ്രാഹ്മണ ദേവതമാർ ആശീർവാദം നൽകും. ഠാക്കൂർ വടികൊണ്ട് അടിക്കും. സാഹുജി 1 പകരം 5 തിരികെ വാങ്ങും. പാവപ്പെട്ടവന്റെ വേദന ആർക്ക് മനസ്സിലാകും? ചത്താലും തിരിഞ്ഞു നോക്കില്ല. ഇത്തരക്കാർ എങ്ങനെ പാവപ്പെട്ടവർക്ക് കുടിവെള്ളം നൽകും? രാത്രി 9 മണി. പാവപ്പെട്ട തൊഴിലാളികൾ ക്ഷീണിതരായി ഉറങ്ങിക്കഴിഞ്ഞു. ഠാക്കൂവിന്റെ വീടിന്റെ ആ പരിസരത്ത് ചില ബാല്യക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. കയ്യൂക്കിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ നിയമബലത്തിന്റെ കാലമാണ്. എത്ര എളുപ്പത്തിലാണ് ഇൻസ്പെക്ടർക്ക് കാശ് കൊടുത്ത് ഠാക്കൂർ കേസിൽ നിന്ന് ഊരിപ്പോന്നത്. എത്ര ബുദ്ധിപൂർവമാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നത്. ഇവിടെ ഒരു കാശും ചിലവില്ലാതെ ഇവർക്ക് പകർപ്പ് കിട്ടി. ചിലർ 50 രൂപയും ചിലർ 100ഉം കൈക്കൂലിയായി വാങ്ങുന്നു. ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഗംഗി ഠാക്കൂറിന്റെ കിണറിനടുത്ത് ഒളിച്ചെത്തി. അവൾ കിണറിന്റെ മതിലിന് പിറകിൽ ഒളിച്ചിരിപ്പാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ ഈ കിണറിലെ വെള്ളമാണ് കുടിക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവതിയായ ഇവർക്ക് മാത്രം ഒരു തുള്ളി വെള്ളം പോലും കിട്ടില്ല. ഗംഗിയുടെ വിപ്ലവകാരിയായ മനസ്സ് പറയാൻ തുടങ്ങി, നമ്മൾ എങ്ങനെയാണ് താഴ്ന്നവരായും ഇവരൊക്കെ ഉയർന്നവരായും മാറിയത്? എല്ലാ തരം വൃത്തികേടും ചെയ്യുന്നത് ഇവരാണ്. കള്ളക്കേസുണ്ടാക്കുന്നതും ഇവർ തന്നെ. ഏത് കാര്യത്തിലാണ് ഇവരൊക്കെ നമ്മളെക്കാൾ ഉയർന്നത്? കിണറിനടുത്തേക്ക് ആരോ വരുന്ന ശബ്ദം ഗംഗി കേട്ടു. അവളുടെ ഹൃദയം ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ടാൽ
കാര്യം വിഷമത്തിലാവും. അവൾ കുടവുമെടുത്ത് ഓടി ഒരു മരത്തിന്റെ പിറകിൽ ഒളിച്ചിരുന്നു. ഒരിക്കൽ മഹങ്കുവിനെ ഇവർ ഇടിച്ച് ശരിയാക്കി. മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടിരുന്നു പാവം. 2 സ്ത്രീകൾ വെള്ളമെടുക്കാൻ വന്നതായിരുന്നു. അവർ അതും ഇതും പറഞ്ഞ് വെള്ളമെടുത്ത് സ്ഥലം വിട്ടു. അവൾ പതുങ്ങി പതുങ്ങി വീണ്ടും കിണറിനടുത്തെത്തി. അടുത്തെങ്ങും ആരുമില്ല. കിണറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി നിന്നു. എന്തോ വലിയ കാര്യം സാധിച്ച പ്രതീതി. ശബ്ദമുണ്ടാക്കാതെ കയർ കിണറിലേക്കിട്ടു. സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചു. കയർ വലിക്കാൻ തുടങ്ങി. ശബ്ദമുണ്ടാവാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഗംഗി കുനിഞ്ഞ് വെള്ളം പുറത്തേക്ക് എടുക്കാൻ തുനിഞ്ഞതും അതിനിടയിൽ തന്നെ ഠാക്കൂറിന്റെ വീടിന്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. കയ്യിൽ നിന്ന് കയർ വഴുതി താഴെ പോയി. വലിയ ശബ്ദത്തോടെ കയറും പാത്രവും കിണറിലേക്ക് വീണു. ആരടാ അവിടെ? അലറിക്കൊണ്ട് ഠാക്കൂർ കിണറിനടുത്തേക്ക് ഓടിയെടുത്തു. ഗംഗി ജീവനും കൊണ്ടോടി. അവശനായ ജോക്കു ദുർഗന്ധം വമിക്കുന്ന വെള്ളം ആർത്തിയോടെ കുടിക്കുന്നത് കണ്ട് ഗംഗി സ്തബ്ധയായി നിന്നുപോയി. ഠാക്കൂർ കാ കുവാം എന്ന കഹാനി ഇത്രയാണുള്ളത്. അവസാനം വെള്ളമെടുക്കാൻ പോയ ഗംഗി തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് അവളുടെ ഭർത്താവായ ജോക്കു ദുർഗന്ധം വമിക്കുന്ന വെള്ളം ദാഹം സഹിക്കാൻ പറ്റാതെ കുടിക്കുന്നതാണ് അവൾക്ക് കാണാൻ സാധിച്ചത്. ഓക്കെ.